അമ്മല് കുറച്ചു കാലം തൊഴിലുറപ്പ് പണിക്കൊക്കെ പോയില്ലേ? അതെ. അത് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴായിരുന്നോ MA പഠിക്കുമ്പോഴായിരുന്നോ? ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും പോയിട്ട് ഡിഗ്രി പഠിക്കാൻ എത്ര ദിവസം പോയി? 45 ദിവസം പോയി. 45 ദിവസം. ഒരു ദിവസം പോയാൽ എത്ര രൂപ കിട്ടും? 311 രൂപ. അത്രേ കിട്ടും. അത്ര കിട്ടും അല്ലേ? MA പഠിക്കുമ്പോൾ എത്ര ദിവസം പോയി? അതൊരു 35 ദിവസത്തോളം പോയിണ്ടായിരുന്നു. മേറ്റായിരുന്നു ഞാൻ. അപ്പൊ എന്തിനായിരുന്നു തൊഴിലുറപ്പ് പദ്ധതിക്ക്? സാധാരണ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ തന്നെ വലിയ താല്പര്യത്തോടൊക്കെ പോകുന്ന സമയത്ത് കോളേജിലൊക്കെ പോയി ആടിപ്പാടി രജിസ്റ്റർ നടക്കുന്ന സമയത്ത് താങ്കൾ ഇങ്ങനെ തൊഴിലുറപ്പ് പോലുള്ള പദ്ധതിക്ക് പോയി കഴിയുമ്പോഴേ അത് ഏത് സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചത്? സാഹചര്യം സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നു വീട്ടിലെ അവസ്ഥ. അല്ലെ അന്നന്ന് കഴിയാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? പ്രശ്നം ഉണ്ടായിരുന്നു. അച്ഛൻ ഇങ്ങനെ പണിക്ക് പോയാലാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ. അച്ഛൻ എന്ത് പണിയായതുകൊണ്ടിരുന്നത്? അച്ഛനും കൂലിപ്പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അച്ഛൻ എന്തുകൊണ്ടാണ് ജോലിക്ക് പോകുന്നത് നിർത്തിയത്? അച്ഛനൊരു TB അസുഖം വന്നു. അതിന്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞപ്പോ പിന്നെ ആൾക്ക് ഇങ്ങനെ തെങ്ങേറ്റം മരമുറി അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ആൾക്ക് അത് ചെയ്യാൻ പറ്റാൻ പൂർണ്ണമായിട്ടും കേരളത്തിൽ നിന്ന് പോയെന്നാണല്ലോ ആളുകൾ അവകാശപ്പെടുന്നത്. അപ്പൊ അത് പിന്നെയും വന്നിട്ടുണ്ട്. അച്ഛമ്മയ്ക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെ കസിൻസിനൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും വന്നിട്ടുണ്ട് ഇങ്ങനെ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അച്ഛന് വന്നത്. അച്ഛന് ഇങ്ങനെ മുഴ പോലെയാണ് വന്നത്. അപ്പൊ അത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അതിന്റേതായ കുറച്ച് ജോലിക്ക് പോകാൻ പറ്റാതെ വന്നു അല്ലേ? ജോലിക്ക് ഇങ്ങനെ തെങ്ങൊക്കെ കയറണായിരുന്നു. തെങ്ങ് മെഷീൻ വെച്ചാണോ കയറുന്നതോ? മെഷീൻ വെച്ചും കയറും, അല്ലാണ്ട് ഇങ്ങനെ കയറും. അച്ഛന് തെങ്ങ് കയറാൻ പോയ ഒരു ദിവസം എത്ര രൂപ കിട്ടും? തെങ്ങ് കയറുന്നതിനനുസരിച്ചാണോ? ഒരു തെങ്ങിന് എത്ര രൂപ? 75 രൂപ വെച്ച്. 70. അല്ല, അമലു യഥാർത്ഥത്തിൽ ഈ പണികളിൽ ചെറുതായിട്ടൊക്കെ ഇൻവോൾവ് ചെയ്ത് തുടങ്ങിയത് എത്ര വയസ്സ് മുതലായിരിക്കും? 10-12 വയസ്സ്. 12 വയസ്സിൽ തന്നെ പണി തുടങ്ങി. 12 വയസ്സായപ്പോഴേ അച്ഛന്റെ കൂടെയും അമ്മയുടെ കൂടെ ഒക്കെ പോകും. വേണ്ട ഒരു 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേക്ക് പണി തുടങ്ങി അല്ലേ? അപ്പൊ തേങ്ങ പൊതിക്കാൻ കൂടും അച്ഛന്റെ കൂടെ. തേങ്ങ പൊതിക്കാൻ അറിയും. ചെറിയ കുട്ടിയായിരിക്കും തേങ്ങ പൊതിക്കുമായിരുന്നു. തേങ്ങ പൊതിക്കും. തേങ്ങ പൊതിക്കും എത്ര പൈസ കിട്ടും? ഒരു തേങ്ങ പൊതിച്ചാ 1 രൂപ. 1 രൂപ കിട്ടും. 1 രൂപ കിട്ടും. എത്ര തേങ്ങയൊക്കെ പൊതിക്കുമായിരുന്നു ഈ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ? 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ ഒരു 10-20 പൊതിക്കാൻ പറ്റും. 20 പൊതിക്കും അല്ലേ? കൈയൊക്കെ പൊട്ടി ഇവിടെ ഇങ്ങനെ ഓട്ടയോ? ഓക്കെ. അപ്പൊ സ്കൂളിൽ ചെല്ലും കൂട്ടുകാരിൽ ചോദിക്കില്ലേ എന്താ പറ്റിയെന്നുള്ളത്? അതൊന്നും നമ്മൾ പറയില്ലല്ലോ. വീട്ടിലെ അവസ്ഥകളൊന്നും ആർക്കും അറിയണ്ടായില്ല. അപ്പൊ വീട്ടിലെ വേറെ ആരാ ഉള്ളത്? വീട്ടില് 2 ചേച്ചിമാര്. അവരും ഈ പണിക്കൊക്കെ പോരുന്നോ? അവരും കൂടെ വരും. അവരും ഇതുപോലെ തേങ്ങ പൊതിക്കുകയൊക്കെ ചെയ്യും. ചെറിയ പ്രായത്തിൽ അവരും പണി തുടങ്ങി. ഓക്കെ. അപ്പൊ അമ്മയ്ക്ക് എന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നോ? അമ്മ ഇങ്ങനെ തൊഴിലുറപ്പിന് പോവും. പിന്നെ അച്ഛന്റെ കൂടെ ഇങ്ങനെ സഹായിച്ച്. അച്ഛൻ പണിക്ക് പോകാതായപ്പോഴേ അമ്മയുടെ ജോലി ഇല്ലായിരുന്നു? അമ്മയുടെ ജോലി അമ്മ പിന്നെ വീട്ടില് തൊഴിലുറപ്പിന് പോവും. കിട്ടുന്ന കൂലിപ്പണികൾക്ക് ഒരു 300. ഞാൻ ചോദിക്കുന്ന ഈ അമലുവൊക്കെ ജോലിക്ക് ഇറങ്ങേണ്ട സാഹചര്യം എങ്ങനെ ഉണ്ടായെന്ന് ഞാൻ ചോദിക്കായിരുന്നു. അല്ല, അമ്മയ്ക്ക് ഒരു കൈത്താങ്ങായിക്കോട്ടെ. വീട്ടിലെ കാര്യങ്ങളൊക്കെ കടങ്ങളും ഉണ്ട്. അതിന്റെ ഒപ്പം തന്നെ വീട്ടിലെ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങണല്ലോ. പിന്നെ 3 പെൺകുട്ടികളാണല്ലോ, അവരെ പഠിപ്പിക്കണം. അപ്പൊ അമ്മേനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. അതായിരുന്നു ഐഡിയ. ഈ തൊഴിലുറപ്പ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ജോലികൾ അതിനകത്ത് വരുന്നത്? തൊഴിലുറപ്പ് എന്ന് പറയുമ്പോ മഴക്കുഴി, പിന്നെ മാട്ടംകെട്ട്, കാട് വീശ്. അതായത് ഈ തിണ്ട് തിരിച്ചിട്ട് ഇങ്ങനെ മാട്ടം കെട്ട, അങ്ങനെ കല്ലുകൊണ്ട് മാട്ടം കെട്ട. വരമ്പ് കെട്ടാണോ അത്? ഞങ്ങളവിടെ അച്ഛനറിയായിരിക്കും മാട്ടം കെട്ടെന്ന് വെച്ചാൽ എന്താ സംഭവം? കയ്യാലേട്ട്. അമ്മയ്ക്കറിയാമോ മാട്ടം കെട്ടുന്നത്? കയ്യാല കെട്ടുന്നതാണോ അല്ലേ? അതാണ് മാട്ടം കെട്ടെന്ന് പറയുന്നത് അല്ലേ? അതാണ് പരിപാടി. പിന്നെ ബണ്ട് നിർമ്മാണം. യഥാർത്ഥത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള, പ്രത്യേകിച്ച് താങ്കൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും MA പഠിക്കുമ്പോഴൊക്കെ ജോലിക്ക് പോയി, അപ്പൊ എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടോ? എന്ന് വെച്ചാൽ മറ്റുള്ള കോളേജിൽ പഠിക്കുന്ന കൂട്ടുകാരികളൊക്കെ വളരെ സന്തോഷത്തോടെ കോളേജിൽ പോകുന്നു. താങ്കൾ ഒരുപാട് ജോലിയൊക്കെ ചെയ്തിട്ട് കോളേജിൽ തന്നെ പോകാൻ പറ്റത്തില്ല. എല്ലാ ദിവസവും കോളേജിൽ പോകാൻ പറ്റുമായിരുന്നോ? ഞാൻ ഹോസ്റ്റലായിരുന്നു നിൽക്കുന്നത്. ഏത് കോളേജിലായിരുന്നു പഠിച്ചിരുന്നത്? കാർമൽ കോളേജ് മാള. അപ്പൊ ഹോസ്റ്റലിൽ നിൽക്കണോണ്ട് അപ്പൊ വെക്കേഷൻ സമയങ്ങളിലാണ് ഇങ്ങനെ ഓരോ പണികൾക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അത് ശരി. ഈ വീട്ടില് പട്ടിണിയാവുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നോ? പട്ടിണിയാവുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ പ്രായത്തിലുണ്ടായിരുന്നു? ഏത് പ്രായത്തിലൊക്കെ? ഞാൻ 1-2 പഠിക്കുമ്പോ, 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ തെങ്ങേറിയിട്ട് കാലത്തെ ഞരമ്പ് മുറിഞ്ഞു. അങ്ങനെ അച്ഛന് തൊഴിലില്ലാണ്ടായി. അപ്പൊ അച്ഛനെ നോക്കാൻ ആരെങ്കിലും ഒക്കെ വേണം. ഞങ്ങളെ കൊണ്ട് പറ്റില്ല, ഞങ്ങൾ 3 ചെറിയ പിള്ളേരായതുകൊണ്ട്. അപ്പൊ അമ്മയും പണിക്ക് പോകണ്ടല്ലോ, അമ്മ അച്ഛനെ നോക്കിയിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ വീട്ടില് പട്ടിണിയൊക്കെ വന്നിട്ടുണ്ട്. അല്ല, നിങ്ങളുടെ അയലത്തൊക്കെ ആളുകൾക്ക് ഇതൊക്കെ അറിയാമായിരുന്നു നിങ്ങളിങ്ങനെ പട്ടിണിയിലാണ്? അവരോടൊന്നും നമ്മൾ പോയി പറയാറില്ല. അല്ല, അയലത്തൊന്നും ആരും സഹായിക്കില്ല? സഹായിക്കും. പക്ഷെ നമ്മൾ പട്ടിണിയാന്ന് പോയിട്ട് അങ്ങനെ കൈ നീട്ടുന്ന പരിപാടിയൊന്നും ചെയ്തിട്ടില്ല. പട്ടിണി കിടന്നെന്ന് പറഞ്ഞാൽ ദിവസങ്ങളോളം പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ടോ? അതോ പട്ടിണി എന്ന് പറഞ്ഞാൽ ചോറ് ഭക്ഷിക്കാണ്ടിരിക്കുക, എന്തെങ്കിലുമൊക്കെ കപ്പ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീട്ടിലിങ്ങനെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ. വീട്ടിലെ സൗകര്യങ്ങളൊക്കെയോ? ഞാൻ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ, അല്ല, ഒരു 5ാം ക്ലാസ് വരെ ഓലപ്പുരയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഓലപ്പുരയായിരുന്നു. കറണ്ട് ഉണ്ടായില്ല. ചെറിയൊരു പുര. അങ്ങനെ കറണ്ട് ഒന്നും ഉണ്ടായില്ല അവിടെ. ടി വി ഇല്ല, ഒന്നുമില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം വീട്ടിനകത്ത് തന്നെ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. പിന്നെ അങ്ങനെ ഇപ്പൊ ഞങ്ങക്ക് പഞ്ചായത്തിൽ നിന്ന് വീടിനുള്ള അനുമതി കിട്ടി. അങ്ങനെ വീട് ഞങ്ങൾ പണിതു. അതൊരു കരാറുകാർക്കാണ് നമ്മൾ കൊടുക്കണം വീട് പണിയാനായിട്ട്. കൊടുത്തു കഴിഞ്ഞപ്പോ അവര് ജസ്റ്റ് ഒന്നിങ്ങനെ
ഒരു വീട് പണി തന്നു. ഇങ്ങനെ മേളിൽ ഇങ്ങനെ വാർത്തിട്ടു, വാതിൽ വെച്ചില്ല, ജനല വെച്ചില്ല, അലമാര കഴകളൊക്കെ ഉണ്ടാവും, അതൊന്ന് അടയ്ക്കാണ്ട് ഒരു വീട് പണി തന്നു. അപ്പൊ ഞങ്ങൾക്ക് ആ ഓലപ്പുരയിന്ന് അങ്ങോട്ട് ഒരു മാറ്റം കിട്ടിയപ്പോ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. കാരണം ഇനി ഇരുവെട്ടും മഴയൊന്നും അതല്ലേ. അപ്പൊ ആ വീട് പിന്നെ പൂർത്തിയാക്കിയോ നിങ്ങള്? ആ കോൺട്രാക്ട് കൊടുത്ത വീട്? ഇല്ല, പിന്നെ പൂർത്തിയാക്കിണ്ടായില്ല. കരാറുകാരൻ പറ്റിച്ചു കളഞ്ഞോ? കരാറുകാരൻ പറ്റിച്ച, അവര് പറഞ്ഞു ഇത്രയും പൈസക്ക് ഈ വീടാ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർക്ക് ചെയ്യാത്തോളം ചെയ്തിട്ട് അവര് പോയി അല്ലേ? പിന്നെ പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. അവസ്ഥ ഇപ്പം ഞങ്ങക്ക് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ +2 പഠിക്കുമ്പോ ഞങ്ങക്ക് വീണ്ടും റിപ്പയറിങ്ങിന് പൈസ പാസ്സായി. അങ്ങനെ ലോണൊക്കെ എടുത്ത്. ലോൺ എടുത്തോ? ആ ലോണാണോ ഇപ്പൊ അടയ്ക്കാതായത്? ആ ലോണാണ്. എത്ര രൂപയുടെ ലോണാണ് എടുത്തത്? 50,000 എടുത്തത്. ഇപ്പൊ എത്രയായി അത്? ഇപ്പൊ ഒരു 95,000 ആയി. അതാണോ ഇപ്പൊ ജപ്തിയിലായത്? നോട്ടീസ് കൊണ്ട് പതിച്ചോ? നോട്ടീസ് പതിച്ചില്ല, ഞങ്ങക്ക് നോട്ടീസ് അയച്ചു. അദാലത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ജപ്തി ചെയ്യാൻ പോവാണെന്ന് നോട്ടീസ് വന്നു അല്ലേ? ഇപ്പോഴെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഉരുവടിയിൽ വന്നോണ്ടിരിക്കുമ്പോഴോ? അതിന് ഒരു 2 ദിവസം മുമ്പ്, ഒരാഴ്ച മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഏത് ബാങ്കാ അത്? അത് സഹകരണ ബാങ്ക്. ഞങ്ങളുടെ അവിടെ അമ്പലൂർ സഹകരണ ബാങ്കോ? അല്ല, കല്ലൂര് സഹകരണ ബാങ്ക്. ഓക്കെ. അപ്പൊ എന്താ ബാങ്കിലെ മാനേജർ പറഞ്ഞത്? അപ്പൊ പറഞ്ഞത് ഇത് ഒന്നല്ലെങ്കിൽ മുതലടയ്ക്ക, അല്ലെങ്കിൽ പലിശ കെട്ടിവെക്കുക. ഒരു 40,000 രൂപ പലിശ കെട്ടിവെക്കുക, എന്നിട്ട് അത് പുതുക്കുക, അല്ലെങ്കിൽ അത് കേസാക്കുമെന്ന് പറഞ്ഞു. ചേച്ചിമാരൊക്കെ ഇപ്പൊ എവിടെ എന്താ ചെയ്യുന്നത്? ചേച്ചിമാർ 2 പേരും കല്യാണം കഴിഞ്ഞു. അവരെ കല്യാണം കഴിപ്പിച്ച് വിടാനുള്ള പൈസയൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, നാട്ടുകാർ കുറെ പേര് സഹായിച്ചു. വീടിന്റെ അടുത്തുള്ള ഓട്ടോറിക്ഷക്കാരൊക്കെ കൂടിയിട്ട് മൂത്തേച്ചിക്ക് ഇങ്ങനെ ഒരു സ്വർണ്ണമാലൊക്കെ മേടിച്ചു കൊടുത്തു. അങ്ങനെയൊക്കെ ഇതിനിടയ്ക്ക് അമല് പറഞ്ഞത് മാളയിലെ കാർമൽ കോളേജിലാണെന്നല്ലേ പറഞ്ഞത്? അല്ല, അപ്പൊ അവിടുത്തെ ഹോസ്റ്റലായിരുന്നു താമസം. അപ്പൊ ഈ ഹോസ്റ്റലിൽ താമസിക്കുന്ന ഹോസ്റ്റൽ ഫീ കൊടുക്കണ്ടേ? ഈ ഗ്രാൻഡ് ഉണ്ട് നമുക്ക്. അപ്പം ഈ ഗ്രാൻഡ് ഉള്ളതുകൊണ്ട് ഹോസ്റ്റല് ഫ്രീ ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഹോസ്റ്റലിലോട്ട് മാറിയത്. പിന്നെ വീട്ടിക്ക് ഡെയിലി വരണമെങ്കിൽ ഒരു ദിവസം 150 വേണ്ടി വരും. അപ്പൊ അത് അമ്മയ്ക്കിടെ തന്നു വിടാനൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഹോസ്റ്റലിൽ തന്നെ നിൽക്കും. അല്ല, അപ്പൊ ഈ യാത്രാക്കൂലി ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും? ഞങ്ങൾ അങ്ങനെ അധികം പോവാറൊന്നില്ല. വേറെ ആരായിരുന്നു കോളേജിലുണ്ടായിരുന്നപ്പോ? എന്റെ കൂടെ തന്നെ ഡിഗ്രിക്ക് എന്റെ ചേച്ചി ഉണ്ടായിരുന്നു. ഒരു ക്ലാസ്സിലായിരുന്നു. അപ്പൊ ചേച്ചി ഹോസ്റ്റലായിരുന്നു അല്ലേ? ചേച്ചി ഞാനും ഹോസ്റ്റലായിരുന്നു. അതുകൊണ്ട് ആ കാലത്ത് പട്ടിണി മാറി. അപ്പം ഹോസ്റ്റലിലേക്ക് പോയിട്ട് കുഴപ്പമൊന്നുണ്ടായില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഈ കാർമലിൽ തന്നെ തിരഞ്ഞെടുക്കാൻ കാര്യം? കാർമൽ കോളേജ് ഒന്ന് യൂണിഫോം ഉണ്ട് അവിടെ. അപ്പൊ ഒരേ ഡ്രസ് മതി അല്ലേ? ഒരു ഡ്രസ് മതി. വേറെ ഡ്രസ് ഒന്നും വാങ്ങണ്ട അല്ലേ? ഒറ്റ ഡ്രസ്സിൽ പോവാം. അതായിരുന്നു അട്രാക്ഷൻ, മെയിൻ അട്രാക്ഷൻ. അതന്നെ. അപ്പൊ നമുക്ക് ഡ്രസ്സിന്റെ കാര്യത്തിൽ ഒരു കോംപ്ലിക്കേറ്റഡ് വേണ്ടല്ലോ. അപ്പം ഡ്രസ് ഉണ്ട്, പിന്നെ ഹോസ്റ്റല് ഫ്രീ ആന്ന് അറിഞ്ഞപ്പോ അവിടെ നിന്ന് സന്തോഷായി. ഭക്ഷണവും കിട്ടും. പിന്നെ അതേപോലെ തന്നെ നല്ല സിസ്റ്റർമാരായിരുന്നു അവിടെ. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര സേഫ് ആയിരുന്നു. അമ്മയ്ക്ക് അപ്പൊ മോളെ കാണാനൊക്കെ തോന്നുന്നില്ലായിരുന്നോ? ആഴ്ചയിൽ വരും. ആഴ്ചയിൽ വന്ന് കണ്ടുപോകും. ആഴ്ച വരാൻ പൈസ കയ്യിൽ കാണത്തില്ലെന്നാണല്ലോ പറഞ്ഞത്. അത് 2 ആഴ്ച ഒരാഴ്ചയൊക്കെ കൂടുമ്പോ എന്തെങ്കിലും അത്യാവശ്യമൊക്കെ ആണെങ്കിൽ ആരുടെയിലേക്ക് മേടിച്ചു വരും. തിരിച്ചു വരുമ്പോ കൊടുത്തയച്ചു വിടും. അമ്മയുടെ ആഗ്രഹം എന്താ? മോളെ എന്താക്കണം? മോളെ അമ്മ ഇപ്പൊ അറിയുന്ന പോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അമ്മയ്ക്ക് 8ാമത്തെ റാങ്ക് ഒക്കെ ഉണ്ടല്ലോ. സോഷ്യോളജിയാ മെയിൻ അല്ലേ? സോഷ്യോളജി. സാമൂഹ്യ ശാസ്ത്രമാണ് പഠിച്ചിരിക്കുന്നത്. അവൾക്ക് എന്താവണം ആഗ്രഹം അത് തന്നെ നടക്കട്ടെ എന്നാണ് ഞാൻ ചോദിക്കട്ടെ, എന്താ ആഗ്രഹം? എനിക്ക് ടീച്ചർ ആവണം. അപ്പൊ അതിന് ബി.എഡ് ഒക്കെ പഠിക്കണ്ടേ? ബി.എഡ് പഠിക്കണം. എനിക്ക് ബി.എഡിന് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്താ പോഞ്ഞത്? അത് അപ്പോഴാണ് വീട്ടില് ജപ്തി നോട്ടീസ് വന്നത്. പോകാൻ പറ്റിയില്ല. പൈസ സാമ്പത്തിക പ്രശ്നമായി. അപ്പൊ ഈ പഠനത്തെ സാമ്പത്തിക പ്രശ്നം കാര്യമായിട്ട് ബാധിച്ചു അല്ലേ? പഠനത്തെ ബാധിച്ചു. ഇങ്ങനെ ബി.എഡിന് പോകാൻ പറ്റിയില്ല. പിന്നെ +2 പഠിക്കുമ്പോ എവിടെയാ പഠിച്ചത്? വീടിന്റെ അടുത്ത് തൃക്കൂർ എന്ന് പറഞ്ഞാൽ. അവിടെ ഫീസ് കൊടുക്കേണ്ട സ്കൂളാണോ? അല്ലല്ല, അവിടെ നമുക്ക് ഈ ഗ്രാൻഡ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ? ഇതിനിടെ ജോലിക്ക് എന്തോ ശ്രമിച്ചല്ലോ +2 ഒക്കെ പഠിക്കുമ്പോ? +2 പഠിക്കുമ്പോ ജോലിക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. +2 കഴിഞ്ഞപ്പോ ഞങ്ങൾ ആർമി സെലക്ഷന് റിക്രൂട്ട്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ചേച്ചിയും കൂടി റിക്രൂട്ട്മെന്റിന് പോയി. അവിടെ പാസ്സായി. അപ്പൊ അവര് അടുത്ത ക്ലാസ്സിക്ക് ചേച്ചിക്ക് പോലീസ് ആവണം. അങ്ങനെ അല്ല, നമുക്ക് ആ റിക്രൂട്ട്മെന്റിൽ നമുക്ക് ഇഷ്ടമുള്ള ജോബ് തെരഞ്ഞെടുക്കണം. ഒന്നല്ലെങ്കിൽ ആർമി, ഒന്നല്ലെങ്കിൽ പോലീസ്. അങ്ങനെയായിരുന്നു. അപ്പം ചേച്ചിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു പോലീസിനാവണമെന്ന്. അങ്ങനെ ഞാനും ചേച്ചിയും കൂടി പാസ്സായി. അത് കഴിഞ്ഞിട്ട് നമ്മള് ബാക്കിയുള്ള സ്റ്റെപ്പുകളിലേക്ക് പോണെങ്കിൽ പൈസ കെട്ടി വെക്കണം പറഞ്ഞു. അപ്പൊ ഒരാൾക്ക് 20,000 ഏജൻസിയുടെ കമ്മീഷനാണോ അത്? എന്താന്നറിയില്ലല്ലേ? സാധാരണ ഇതിലൊന്നും പൈസ കൊടുക്കേണ്ട കാര്യമില്ല. ഉണ്ടായില്ല. പക്ഷെ അവര് 20,000 രൂപ ട്യൂഷൻ ഫീ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പൊ അത് പഠിപ്പിക്കാനായിട്ട് ഫീ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ പിന്നെ
അമ്മ ട്രൈ ചെയ്ത് നോക്കി പൈസ ഒക്കെ 20,000 രൂപ ഉണ്ടാക്കാൻ, അല്ലേ? 20,000 രൂപ ഉണ്ടാക്കാനായിട്ട്. പിന്നെ അമ്മയ്ക്ക് ആ പൈസ സെറ്റായി വന്നില്ല, അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല അല്ലേ പൈസ. അത് കഴിഞ്ഞിട്ടാണോ ഡിഗ്രിക്ക് പോയത്? അത് കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് അപ്ലൈ ചെയ്തപ്പോ ചേച്ചിയും പറഞ്ഞു, ചേച്ചി അപ്പൊ +2 കഴിഞ്ഞിട്ട് ഇങ്ങനെ PC കോച്ച് അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കായിരുന്നു. അപ്പൊ ചേച്ചിയും പറഞ്ഞു ചേച്ചിക്കും ഡിഗ്രി പഠിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അപ്ലൈ ചെയ്തപ്പോ ഒരു കോളേജിൽ തന്നെ ഞങ്ങൾക്ക് കിട്ടി.